നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പപ്പായ ഫേഷ്യലാണ്. ഇതിൽ കുറുമ്പ് കയറിയിട്ടോ. ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടൊരു 5 മിനിറ്റ് ആയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊപ്പക്കായ എന്ന് പറയും കേട്ടോ. ഇത് നന്നായിട്ടൊരു ഫോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായിട്ട് വരും. അത് നന്നായി ഉടഞ്ഞുടഞ്ഞ് വരും. ഇത് കുറച്ച് കടലമാവിൻ്റെ പൊടിയാണ്. അപ്പോൾ ഓൾറെഡി ഞാനത് വീഡിയോ എടുത്തത് ഇങ്ങനെ പോയി. അപ്പോൾ ഓൾറെഡി കടലമാവ് ഞാൻ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇത്രയും കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് തേനും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊപ്പക്കായയുടെ പൾപ്പാണ്, അതായത് പപ്പായയുടെ പൾപ്പാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കടലമാവ് ആഡ് ചെയ്തു. അതുപോലെ 1 ടീസ്പൂൺ തേനും ആഡ് ചെയ്തിട്ടുണ്ട്. സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ടാനൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞ് നല്ല ഭംഗിയിൽ നിർത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ഒരു ബണ്ണ് വെച്ചിട്ട് ഞാൻ ബാക്കിൽ മുടി കെട്ടിയിട്ടുണ്ട്. ഒരു ഹെയർ ബാൻഡും കൂടെ ഇട്ടിട്ടുണ്ട്, കാരണം ഫ്രണ്ടിലേക്ക് മുടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പപ്പായ ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മുഖത്ത് എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വലിയൊരു കമ്മലോ അല്ലെങ്കിൽ കഴുത്തിൽ മാല, എനിക്ക് മുഖത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഉരി വെച്ചു. ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷമാണ് പാക്ക് ഇടാൻ എപ്പോഴും നല്ലത്. നമുക്ക് കംഫർട്ടബിളും പിന്നെ എല്ലായിടത്തും എത്താനും അതല്ലേ നല്ലത്. നമ്മൾ ഏത് പാക്ക് ഇടുമ്പോഴും ഫേസിൽ മാത്രമല്ല കഴുത്തിലും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്നാൽ മാത്രമേ ഫേസും അതുപോലെ കഴുത്തും ഒരുപോലെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യും നമുക്ക്. ഇപ്പോൾ നോക്കുമ്പോൾ അറിയില്ല, പക്ഷേ ഇതെല്ലാം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ഭയങ്കര ബ്രൈറ്റായിട്ടും കഴുത്ത് ഭയങ്കര ഡള്ളായിട്ടും ഇരിക്കും. അപ്പം നമ്മളെപ്പോഴും 2 സ്ഥലത്തും ഒരുപോലെ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ കൈകൊണ്ട് തന്നെ ഇടണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രഷ് വാങ്ങാനായിട്ട് കിട്ടും, അതായത് ഫേസ് പാക്ക് ഇടാനായിട്ടുള്ള ബ്രഷ് വാങ്ങാൻ കിട്ടും. പക്ഷേ എനിക്ക് എപ്പോഴും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ കൈകൊണ്ട് ഇടുമ്പോൾ തന്നെയാണ്. ചില പാക്ക് മാത്രമാണ് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇടാറുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ആ ഒരു ഫിംഗർ ടിപ്പ് കൊണ്ടുള്ള ഒരു മസാജിങ് കൂടി വരുന്നതാണ് എപ്പോഴും ഫേഷ്യലിന് നല്ലത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കൈ വെച്ചിട്ട് തന്നെയാണ് ഇടാനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തു. ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ടവൽ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫേഷ്യൽ നിങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം വെച്ച് ചെയ്യാം. കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് അല്ലേ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ നല്ലൊരു ഫേഷ്യലാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നല്ല ഫേഷ്യലാണ്. അപ്പോൾ ഇത് നല്ല ഇഫക്റ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുമായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.